നിശബ്ദമായി വിരാജിക്കുന്ന ആ പച്ചപ്പു നിറഞ്ഞ കുന്നുകൾ, മേഘങ്ങളെ വിതരണം ചെയ്തുകൊണ്ടൊഴുകുന്ന തണുത്ത കാറ്റുകൾ, ചുറ്റും നോക്കിയാൽ പ്രകൃതി തന്റെ കൈകൊണ്ട് വരച്ച ഒരു മഹത്തായ ക്യാൻവാസ് പോലെ തോന്നുന്ന ആ മണ്ണ്. അവിടെ ഓരോ ചുവടിലും ഒരു കഥ മറഞ്ഞിരിക്കുന്നു. പക്ഷേ ആ സൗന്ദര്യത്തിനു പിന്നിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള രഹസ്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നു. ആ ആഴമേറിയ വെള്ളത്തിനടിയിൽ ഡൈനസോറിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ ജലജീവി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്ന് അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാനാവുമോ? മനുഷ്യരെക്കാൾ 3 ഇരട്ടി കൂടുതൽ ആടുകൾ നടക്കുന്ന ആ അത്ഭുത ലോകം ഏതോ സിനിമയ്ക്കായി നിർമ്മിച്ച കൽപ്പിത രാജ്യമല്ല. പ്രകൃതി, ചരിത്രം, രഹസ്യങ്ങൾ എല്ലാം ഒന്നായി ചേർന്ന യഥാർത്ഥ ലോകം സ്കോട്ട്ലാൻഡ്. ഈ അത്ഭുതകരമായ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ച് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ഒരൊറ്റ ലൈക്ക് നമുക്ക് കൂടുതൽ മഹത്തായ കഥകൾ കൊണ്ടുവരാൻ പ്രചോദനമാകും. യൂറോപ്പിന്റെ വടക്കുപടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ രാജ്യം ഒരു വശത്ത് ഉഗ്രരൂപം പൂണ്ട അറ്റ്ലാന്റിക് മഹാസമുദ്രവും മറുവശത്ത് ശാന്തമായി തിളങ്ങുന്ന നോർത്ത് സീയും തമ്മിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിസ്തൃതിയിൽ നോക്കിയാൽ നമ്മുടെ ഇന്ത്യയുമായി താരതമ്യം ചെയ്താൽ ഏകദേശം 32 മടങ്ങ് ചെറുതാണ്. മൊത്തം വിസ്തീർണം ഏകദേശം 98,000 ചതുരശ്ര കിലോമീറ്റർ മാത്രം. ജനസംഖ്യയും വെറും 1/2 കോടി മാത്രം. എന്നാൽ ചെറുതായി കാണപ്പെടുന്ന ഈ രാജ്യത്തിന്റെ ചരിത്രമാകട്ടെ മഹാസാമ്രാജ്യങ്ങളോട് തുല്യമാണ്. സ്കോട്ട്ലൻഡിന്റെ ഭൂതകാലത്തിലേക്ക് നോക്കിയാൽ അത് യുദ്ധങ്ങളുടെ രക്തരഞ്ജിത ചരിത്രത്താൽ നിറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടുമായി നടന്ന പോരാട്ടങ്ങൾ ലോക ചരിത്രത്തിൽ തന്നെ പ്രത്യേക സ്ഥാനം നേടിയിട്ടുണ്ട്. നൂറ്റാണ്ടുകളോളം നീണ്ട യുദ്ധങ്ങളിൽ ആയിരക്കണക്കിന് ജനങ്ങൾ ജീവൻ നഷ്ടപ്പെടുത്തി. എന്നിട്ടും സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ധൈര്യം സ്കോട്ടിഷ് ജനങ്ങൾ ഒരിക്കലും ഉപേക്ഷിച്ചില്ല. അവസാനം 1707 ഇംഗ്ലണ്ടുമായി ഉടമ്പടി ചെയ്ത് യുണൈറ്റഡ് കിങ്ഡമിന്റെ ഭാഗമായി. എങ്കിലും തങ്ങളുടെ പ്രത്യേകതയെ അവർ ഒരിക്കലും നഷ്ടപ്പെടുത്തിയില്ല. ഇവിടുത്തെ ജനങ്ങൾ തങ്ങളെ ബ്രിട്ടീഷ് എന്ന് വിളിക്കുന്നതിനേക്കാൾ സ്കോട്ടിഷ് എന്ന് വിളിക്കപ്പെടുന്നതിലാണ് കൂടുതൽ അഭിമാനം കാണുന്നത്. അവരുടെ സംസ്കാരവും അതുപോലെ പ്രത്യേകമാണ്. മുട്ടുവര നീളുന്ന ചെക്കുകളുള്ള ഡിസൈനോടുകൂടിയ കിൽറ്റ് എന്ന പരമ്പരാഗത വേഷം, കയ്യിൽ ബാഗ് പൈപ്പ് എന്ന വാദ്യം, അതിൽ നിന്ന് പുറപ്പെടുന്ന സംഗീതം, ഇവയെല്ലാം കൂടി നമ്മെ നൂറ്റാണ്ടുകൾ പിന്നോട്ടു കൊണ്ടുപോകുന്നു. സ്കോട്ടിഷ് ഉത്സവ സമയങ്ങളിൽ തെരുവുകൾ മുഴുവൻ ആ സംഗീതത്താൽ മുഖരിതമാകുന്നു. സ്കോട്ട്ലാൻഡ് സംസ്കാരത്തിന്റെ യഥാർത്ഥ ഹൃദയം അവരുടെ തലസ്ഥാനമായ എഡിൻബറയാണ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും മനോഹരമായ നഗരങ്ങളിലൊന്നായി അറിയപ്പെടുന്ന ഈ സ്ഥലം ഒരു കാലത്ത് ചെറിയ ഗ്രാമം മാത്രമായിരുന്നു. പക്ഷേ 12ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച എഡിൻബറ കാസിലിനോടൊപ്പം ഈ നഗരം മഹാനഗരമായി മാറി. വലിയ അഗ്നിപർവ്വത ശിലയുടെ മുകളിൽ ഏകദേശം 200 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട കാണുമ്പോൾ അത് പ്രകൃതിയോട് മത്സരിച്ച് നിർമ്മിച്ചതുപോലെ തോന്നും. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ 9ാം നൂറ്റാണ്ടിനു മുൻപ് തന്നെ ഇവിടെ പ്രതിരോധ കോട്ട നിർമ്മാണം ആരംഭിച്ചിരുന്നു. പിന്നീടുള്ള നൂറ്റാണ്ടുകളിൽ രാജാക്കന്മാർ, യുദ്ധങ്ങൾ, ഗൂഢാലോചനകൾക്കെല്ലാത്തിനും ഇത് കേന്ദ്രമായി. കോട്ടയിലെ ക്രൗൺ റൂമിൽ രാജകുടുംബത്തിന്റെ വിലയേറിയ കിരീടം, രാജദണ്ഡം, വാളുകൾ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ സ്കോട്ട്ലൻഡ് സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്ന സ്റ്റോൺ ഓഫ് ഡെസ്റ്റിനിയും ഇവിടെയുണ്ട്. രാജാക്കന്മാരുടെ കിരീടധാരണ സമയത്ത് ഉപയോഗിക്കുന്ന ഈ കല്ലിനു ചുറ്റും എത്രയോ രാഷ്ട്രീയ വിവാദങ്ങളും യുദ്ധകഥകളുമുണ്ട്. ഈ കോട്ടയിൽ നിന്ന് ഹോളിറൂട്ട് പാലസിലേക്കുള്ള പ്രശസ്തമായ തെരുവിനെ റോയൽ മൈൽ എന്ന് വിളിക്കുന്നു. ഈ തെരുവ് 2 ലോകങ്ങളെ ബന്ധിപ്പിക്കുന്നു. ഒരു വശം മധ്യകാല ശിലാകെട്ടിടങ്ങളാൽ നിറഞ്ഞ ഓൾഡ് ടൗൺ, മറുവശം ആധുനിക നിർമ്മാണങ്ങളാൽ തിളങ്ങുന്ന ന്യൂ ടൗൺ. അതുകൊണ്ടുതന്നെ എഡിൻബറ നഗരത്തിന് യുനെസ്കോ ലോക പൈതൃക പദവി ലഭിച്ചു. ഭൂതകാലത്തെ ബഹുമാനിക്കുന്ന ഈ രാജ്യം ഭാവിയെയും അതേ വേഗത്തിൽ സ്വന്തമാക്കി. ലോകത്തെ മാറ്റിമറിച്ച എത്രയോ കണ്ടുപിടുത്തങ്ങൾ ഇവിടെ ജനിച്ചു. നാം ദിവസവും ഉപയോഗിക്കുന്ന ടെലിഫോണിന്റെ വികാസത്തിന് പ്രധാനമായ ആശയങ്ങൾ, ടെലിവിഷൻ സാങ്കേതികവിദ്യ, ജീവനുകൾ രക്ഷിച്ച പെനിസിലിൻ മരുന്ന്, ഇവയെല്ലാം സ്കോട്ട്ലൻഡിന്റെ ബുദ്ധിപൂർവകതയുടെ ഉദാഹരണങ്ങളാണ്. കഷ്ടപ്പെടുന്നത് മാത്രമല്ല, ബുദ്ധിപൂർവം ചിന്തിക്കുന്നതും ഇവരുടെ പ്രത്യേകതയാണ്. അതുകൊണ്ടുതന്നെ വിദ്യാഭ്യാസ മേഖലയിലും ഈ രാജ്യം മുന്നിലാണ്. യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബറ, യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്ഗോ തുടങ്ങിയ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ പഠിക്കാൻ വരുന്നു.
IT, ബാങ്കിംഗ്, മെഡിക്കൽ, പെട്രോളിയം മേഖലകളിൽ ഇവിടുത്തെ യുവാക്കൾ കൂടുതലായി പ്രവർത്തിക്കുന്നു. ജീവിത നിലവാരം വളരെ ഉയർന്നതാണെങ്കിലും ചിലവുകളും അതുപോലെ ഉയർന്നതാണ്. ഇവിടത്തെ ജനങ്ങൾ തങ്ങളുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം വാടക, വൈദ്യുതി, ഭക്ഷണം, യാത്ര എന്നിവയ്ക്കായി ചെലവഴിക്കേണ്ടി വരുന്നു. ഭക്ഷണത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഹാഗിസ് എന്ന പാരമ്പര്യ വിഭവത്തെ സ്കോട്ട്ലൻഡിന്റെ പ്രതീകമായി പറയാം. ആടിന്റെ അവയവങ്ങൾ ഓട്സും സുഗന്ധവ്യഞ്ജനങ്ങളും ചേർത്ത് മണിക്കൂറുകളോളം മെല്ലെ പാകം ചെയ്ത് തയ്യാറാക്കുന്ന ഈ വിഭവം അവിടുത്തെ ജനങ്ങൾക്കേറെ പ്രിയപ്പെട്ടതാണ്. ഇത് സാധാരണയായി ഉരുളക്കിഴങ്ങ് മാഷും ടർണിപ്പുമൊപ്പം വിളമ്പുന്നു. ആദ്യം കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നിയാലും ഒരു തവണ രുചി കണ്ടാൽ മറക്കാനാവില്ലെന്ന് സഞ്ചാരികൾ പറയാറുണ്ട്. സ്കോട്ട്ലൻഡ് യഥാർത്ഥത്തിൽ വൈവിധ്യത്തിലെ ഏകതയുടെ ഉത്തമ ഉദാഹരണമാണ്. ഇവിടെ ഭൂരിപക്ഷം ക്രിസ്തുമതമനുസരിക്കുന്നുണ്ടെങ്കിലും ഇസ്ലാം, ഹിന്ദു, സിഖ്, ബുദ്ധമതങ്ങളിലുള്ളവരും സൗഹാർദ്ദപൂർവ്വം ജീവിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടത്തെ സ്ത്രീകൾ തങ്ങളുടെ സ്വാഭാവിക സൗന്ദര്യത്തിനും സ്വതന്ത്ര ചിന്തകൾക്കും ലോക പ്രശസ്തി നേടിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ലോകത്തിലെ ഏറ്റവും രഹസ്യമായ തടാകങ്ങളിലൊന്നായ ലോക്ക് നെസ്സിലേക്ക് പോകാം. സ്കോട്ട്ലൻഡിലെ ഹൈലൻഡ്സ് പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ഈ വലിയ തടാകം ഏകദേശം 56 കിലോമീറ്റർ നീളവും ചില ഭാഗങ്ങളിൽ 230 മീറ്ററിന് മുകളിലുള്ള ആഴവുമുണ്ട്. മുകളിൽ നിന്ന് നോക്കിയാൽ ശാന്തവും നിശബ്ദവുമായി കാണപ്പെടുന്ന ഈ ജലലോകം അകത്ത് മാത്രം ഇനിയും അനേകം പരിഹരിക്കപ്പെടാത്ത രഹസ്യങ്ങൾ മറച്ചുവെച്ചിരിക്കുന്നുവെന്ന് പ്രാദേശികർ പറയുന്നു. ചുറ്റും മഞ്ഞുമൂടിയ കുന്നുകളും എപ്പോഴും മേഘാവൃതമായ ആകാശവും ലോക്നെസ്സിന് കൂടുതൽ നിഗൂഢമായ അന്തരീക്ഷം നൽകുന്നു. ഈ തടാകത്തെ ലോകപ്രശസ്തമാക്കിയ പ്രധാന കാരണം നെസ്സി എന്ന രഹസ്യ ജലജീവിയാണ്. പലരും പറയുന്ന കഥകൾ പ്രകാരം അതൊരു വലിയ പാമ്പിനോട് സാദൃശ്യമുള്ള ജീവിയാണ്. മറ്റു ചിലരുടെ ഭാവനയിൽ ഡൈനോസോറിനെ ഓർമ്മിപ്പിക്കുന്ന ജീവി. 1930കളിൽ നിന്ന് തന്നെ തടാകത്തിൽ എന്തോ വലിയ ജീവി കാണപ്പെടുന്നു എന്ന് പല ഫോട്ടോകളും വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് 1934 എടുത്തതായി പറയപ്പെടുന്ന ഒരു ഫോട്ടോ ലോകത്തെ ഒറ്റയടിക്ക് ഞെട്ടലിലാഴ്ത്തി. പിന്നീട് ശാസ്ത്രജ്ഞർ, ഡൈവിംഗ് ടീമുകൾ, സോനാർ സ്കാനറുകൾ, സബ്മറൈൻ ക്യാമറകൾ ഇങ്ങനെ എത്രയോ ആധുനിക ഉപകരണങ്ങളോടൊപ്പം തടാകത്തെ പരിശോധിച്ചിട്ടും ഇന്നും വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല. ചിലർ ഇത് വെറും ജനങ്ങളുടെ ഭാവന മാത്രമാണെന്ന് പറയുന്നു. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മരക്കഷ്ണങ്ങൾ, തിരമാലകളുടെ പ്രഭാവം അല്ലെങ്കിൽ വലിയ മീനുകളെ കണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നു എന്നവർ പറയുന്നു. എന്നാൽ മറ്റു ചിലർ ഏതോ അജ്ഞാത ജീവി അവിടെ തീർച്ചയായുമുണ്ട് എന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നെസ്സി മിസ്റ്ററി ഇന്നും പൂർണ്ണമായി പരിഹരിക്കപ്പെടാത്ത ലോകരഹസ്യങ്ങളിലൊന്നായി നിലനിൽക്കുന്നു. ലോക്ക് നെസ് തടാകത്തിന്റെ തീരത്ത് തന്നെ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരത്ഭുതം കാണാം. ഉർക്വാട്ട് കാസിൽ. 13ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ കോട്ട ഒരു കാലത്ത് സ്കോട്ട്ലാൻഡിൽ നടന്ന ഭീകര യുദ്ധങ്ങൾക്ക് കേന്ദ്രമായിരുന്നു. പ്രത്യേകിച്ച് സ്കോട്ടിഷ് സ്വാതന്ത്ര്യ സമരകാലത്ത് ഈ കോട്ടയ്ക്ക് നേരെ നിരവധി ആക്രമണങ്ങൾ നടന്നു. ചിലപ്പോൾ സ്കോട്ട്ലാൻഡ് സൈന്യത്തിന്റെ കയ്യിലും മറ്റു ചിലപ്പോൾ ഇംഗ്ലീഷ് സൈന്യത്തിന്റെ നിയന്ത്രണത്തിലും മാറി മാറി വന്നു. അവസാനം യുദ്ധങ്ങളുടെ ആഘാതത്താൽ കോട്ടയുടെ ഭൂരിഭാഗവും നശിച്ചു. എന്നാലും ഇന്നും ആ അവശേഷിപ്പുകൾ കാണുമ്പോൾ അവിടെ ഒരു കാലത്ത് നടന്ന രക്തരഞ്ജിത യുദ്ധങ്ങളുടെ പ്രതിധ്വനി കേൾക്കുന്നത് പോലെ തോന്നും. തടാകത്തിന്റെ തീരത്ത് നിന്നിരിക്കുന്ന ആ പൊളിഞ്ഞ ഭിത്തികൾ സ്കോട്ട്ലൻഡിന്റെ ഭൂതകാലത്തെ നിശബ്ദമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രകൃതിപ്രേമികൾക്ക് മറ്റൊരു സ്വർഗമാണ് റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ. എഡിൻബറ നഗരത്തിലുള്ള ഈ ഉദ്യാനം 17ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചതാണ്. ഏകദേശം 13,000-ലധികം സസ്യയിനങ്ങളും 100 കണക്കിന് തരം റോസാപ്പൂക്കളും ഇവിടെ കാണാം. ഇത് വെറും ടൂറിസ്റ്റ് സ്ഥലം മാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനവും അപൂർവ സസ്യങ്ങളും സംബന്ധിച്ച് ശാസ്ത്രജ്ഞർ ഗവേഷണം നടത്തുന്ന കേന്ദ്രം കൂടിയാണ്. സ്കോട്ട്ലൻഡിൽ കാറ്റും ഒരു കഥ പറയുന്നുവെന്ന് പറയാറുണ്ട്. അവിടുത്തെ ഓരോ കുന്നിനു പിന്നിലും ഒരു യുദ്ധഗാഥ, ഓരോ കോട്ടയ്ക്കു പിന്നിലും ഒരു രഹസ്യം, ഓരോ തെരുവിലും ഒരു ചരിത്രം മറഞ്ഞിരിക്കുന്നു. പ്രകൃതി സൗന്ദര്യം, ഭയാനകമായ ഭൂതകാലം, ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ, പരിഹരിക്കപ്പെടാത്ത രഹസ്യങ്ങൾ ഇവയെല്ലാം കലർന്ന അപൂർവ ഭൂമിയാണ് സ്കോട്ട്ലൻഡ്.